മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമെതിരെ കുസാറ്റിൽ കെഎസ്യു ബാനർ. മുഖ്യനും ഗവർണർക്കും വീതം വയ്ക്കാനുള്ളതല്ല കേരളത്തിലെ സർവകലാശാലകളെന്നാണ് ബാനറിലുള്ളത്. ഇന്നലെ രാത്രിയാണ് ബാനർ സ്ഥാപിച്ചത്. എസ് ശരൺ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശരൺ, ഇപ്പോഴും സർവകലാശാലയിൽ ആ ബാനറുണ്ടോ? എന്താണ് ബാനറിലെ വിമർശനം? കുസാറ്റ് ക്യാമ്പസിൽ ഇപ്പോഴും ആ ബാനർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച ബാനർ കെഎസ്യു ഉയർത്തിയത്. മുഖ്യനും ഗവർണർക്കും വീതം വയ്ക്കാനുള്ളതല്ല കേരളത്തിലെ സർവകലാശാലകൾ എന്നുള്ളതാണ് പ്രധാനമായും ഈ ബാനറിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇന്നലെ ഇതുപോലെ സമാനമായൊരു ബാനർ കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിലും ഉയർന്നിരുന്നതാണ്. വലിയ വിമർശനം ആ ബാനറിലൂടെ മുഖ്യമന്ത്രിക്കെതിരെയും ഗവർണർക്കെതിരെയും ക്യാമ്പസിലും സമാനമായ ഒരു ബാനർ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കെഎസ്യു ഭാരവാഹികൾ പറയുന്നത് വലിയ വിമർശനം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം തുടർന്നുകൊണ്ട് പോകാനാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കൂടുതൽ സർവകലാശാല ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തുന്നതെന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ SFIയും ഒപ്പം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ അത് വലിയ സംഘർഷമായി മാറുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ കളത്തിലില്ലായിരുന്ന കെഎസ്യു അന്ന് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർത്തിയിരുന്നതാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒത്തുകളിയായി മാത്രമേ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെ കാണാൻ കഴിയൂ എന്നുള്ള പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കെഎസ്യു ഈ ബാനർ യുദ്ധത്തിലേക്ക് എത്തുന്നത്, ബാനർ യുദ്ധത്തിൽ സാന്നിധ്യമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. ഏതായാലും കൂടുതൽ സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള ബാനർ, ഒരേ സമയം മുഖ്യമന്ത്രിയെയും ഗവർണറെ വിമർശിച്ചുകൊണ്ടുള്ള ബാനർ ഉയർത്തുമെന്നുള്ളതാണ് കെഎസ്യു ഭാരവാഹികൾ പറയുന്നത്. കുസാറ്റിലാണ് ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമെതിരെ കെഎസ്യു ബാനർ ഉയർത്തിയത്. ശരണാണ് വിവരങ്ങൾ നൽകിയത്.